അതിലൊരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചാൽ, ഇപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഇന്ത്യ പാക് ആ ഏറ്റുമുട്ടലിന് ശേഷം ഇന്ത്യൻ നിലപാടുകൾ ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തി, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചതും പിന്നീട് നടത്തിയ സൈനിക നടപടികളുമെല്ലാം ഒരു ആ കാര്യങ്ങളിൽ ചില രാജ്യങ്ങളെങ്കിലും തുടക്കത്തിൽ ഇന്ത്യയെ പിന്തുണയ്ക്കാതെ വരികയും അന്താരാഷ്ട്ര തലത്തിൽ ഒരു പരിധിവരെ ഇന്ത്യയുടെ നിലപാടുകൾക്ക് വലിയ പിന്തുണ കിട്ടാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷ എംപിമാർ അടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദൗത്യ സംഘങ്ങളെ അയക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മിഷൻ നടത്താൻ തീരുമാനിച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളിലേക്കുള്ള സംഘത്തിന്റെ തലവനായിട്ട് പോയത് ശ്രീ ശശി തരൂരാണ്. പാർട്ടിയോട് ആലോചിക്കാതെ ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ അത് പാർട്ടിയോട് കൂടി ആലോചിച്ച് പാർട്ടിയുടെ അംഗീകാരത്തോടു കൂടി പോകണം എന്നുള്ള ഒരു നിലപാട് പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് അത് പോകാം എന്ന് പ്രധാനമന്ത്രിയോട് സമ്മതിച്ചതിന് ശേഷമാണ് അദ്ദേഹം പാർട്ടി അറിയിച്ചത്. അതാണ് ഒരു എതിർപ്പിന് കാരണമായത്. ഒടുവിൽ പാർട്ടി നിയോഗിച്ച നിർദ്ദേശിച്ച പേരുകളിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല. ഏതായാലും അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുകയും അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിവെക്കും എന്നുള്ളത് കൊണ്ട്, രാജ്യ താല്പര്യം സംബന്ധിച്ചുള്ള ഒരു വിഷയമായതുകൊണ്ട് മറ്റ് പാർട്ടികളുടെയും ഇപ്പൊ നമ്മുടെ CPM-ന്റെ നേതാക്കൾ അടക്കമുള്ള ആളുകളൊക്കെ ആ സംഘത്തിലുണ്ടായിരുന്നു, പല സംഘങ്ങളുടെയും ഉൾപ്പെട്ടിരുന്നുകൊണ്ട് പിന്നീട് പാർട്ടി അത് വലിയൊരു വിഷയമാക്കാതെ അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചു. പാർട്ടി നടപടിയൊന്നും എടുത്തില്ല. ഇപ്പോഴും അത് പാർട്ടിയുടെ ഉള്ളിൽ ദഹിക്കാതെ കിടക്കുന്നുണ്ട്. ഈ ശശി തരൂര് സ്ഥാനത്തും അസ്ഥാനത്തും പ്രധാനമന്ത്രിയെ സ്തുതിക്കുകയും അംഗീകരിക്കുകയും അതിൽ വാഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ ആ രീതിയിൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകളെ വളരെ ശക്തമായി ന്യായീകരിക്കാനോ അതിനോടൊപ്പം നിന്ന് നിലപാടുകൾ വ്യക്തമാക്കാനോ ശശി തരൂര് വേണ്ടത്ര ഒരു ശ്രദ്ധ നടത്തുന്നില്ല. അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന ഒരു പരിഗണന കോൺഗ്രസ് അധ്യക്ഷനോ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ നിലപാടുകൾക്ക് കൊടുക്കുന്നില്ല എന്നൊരു പരാതി പാർട്ടിക്കകത്തുണ്ട്. പക്ഷെ എങ്കിലും ശശി തരൂരിനെ പോലെ ഒരാളെ അതിന്റെ പേരിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുകയും കുറച്ചുകൂടി നിലപാടുകൾ അല്പം സ്വാതന്ത്ര്യത്തോടെ എടുക്കുകയും ചെയ്യുന്ന ഒരാളെ അതിന്റെ പേരിൽ മാത്രം പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ അച്ചടക്ക നടപടി എടുക്കാൻ തയ്യാറാവാത്തതിന്റെ കാരണം അത് ശശി തരൂർ ആയതുകൊണ്ട് മാത്രമാണ്. മറ്റാരെങ്കിലും ഏതെങ്കിലും നടപടികൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. ആ ദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം തിരിച്ചു വന്നു, പ്രധാനമന്ത്രിയെ കണ്ടു. അതിനിടയ്ക്ക് അദ്ദേഹം പാർട്ടി വിടുവോ പാർട്ടി വിടില്ലയോ തുടങ്ങിയ കുറെ ആശങ്കകൾ, അദ്ദേഹം കൂടുതൽ BJP-യിലേക്ക് അടുക്കുകയാണോ, BJP വലിയ പദവികൾ വല്ല അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പൊ തിരിച്ചു വന്ന് ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ. അതിനിടയിൽ അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയുടെ മറ്റൊരു ദൗത്യമായിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം 10 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് പോവുകയാണ്. അതും വലിയ ഒരു വിഷയമാകുന്നു. അതിനിടയ്ക്കാണ് അദ്ദേഹം ആ ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്ത് BJP-യും പ്രധാനമന്ത്രിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിവർത്തി കൊടുക്കുന്ന ഒരാളായിട്ട് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ലോക്സഭയിലെ പാർട്ടിയുടെ ഏറ്റവും വലിയ മുഖങ്ങളിൽ ഒരാളായ ശശി തരൂർ ഈ രീതിയിൽ പെരുമാറുന്നതിനിടയ്ക്കാണ് അദ്ദേഹം ഒരു പരാതിയായിട്ട്, അതും ഒട്ടും ആലോചനയില്ലാതെ, നിലമ്പൂർ പോലുള്ള ഒരു പ്രസ്റ്റീജിയൽ സെലക്ഷന്റെ ആ ദിവസത്തിൽ എന്നെ ആരും നിലമ്പൂരിലേക്ക് വിളിച്ചില്ല, എനിക്ക് അവസരം തന്നില്ല, ഒരു മിസ്ഡ് കോൾ പോലും കിട്ടിയില്ല എന്നുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തിയത്. അതിന് KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. അദ്ദേഹം എന്നാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കാതിരുന്നത്. മാത്രമല്ല താരപ്രചാരകരുടെ പട്ടികയിൽ അദ്ദേഹം 7ാമനായിട്ട് ഉണ്ടായിരുന്നു എന്ന് മറുപടി കൊടുത്തതോടുകൂടി ആ വിഷയത്തിൽ ശശി തരൂർ നിരായുധനാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ റഷ്യൻ പര്യടനത്തിന് പ്രധാനമന്ത്രി ഏൽപ്പിച്ചൊരു ദൗത്യമായിട്ട് അദ്ദേഹം റഷ്യയിലേക്ക് 10 ദിവസത്തെ ഒരു സന്ദർശനത്തിന് പോകുന്നത്. ഇത് കോൺഗ്രസ് നിരന്തരം അദ്ദേഹത്തിന്റെ കൂറ് എവിടെയാണ് പല നേതാക്കളും ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ളവർ വളരെ പരുഷമായി തന്നെ പറഞ്ഞു, ശശി തരൂരിന്റെ ചോറ് ഇവിടെയും കോൺഗ്രസിലും കൂറ് BJP-യിലും ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇദ്ദേഹം എപ്പോഴാണ് എവിടെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. വളരെ ശക്തമായ നിശിതമായ വിമർശനം നടത്തി. ഏതായാലും അതൊരു ഇഷ്യൂ ആകാതിരിക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അന്ന് തന്നെ ആരും പരസ്യ പ്രതികരണം നടത്തണ്ട, ശശി തരൂരിന്റെ കാര്യത്തിൽ സംസ്ഥാനത്തിനകത്ത് ആരും പരസ്യ പ്രതികരണത്തിന് മുതിരേണ്ട എന്ന് പറഞ്ഞ് വിലക്കി. ഇന്നിപ്പോ AICC-യുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നാൽ അത്ര വ്യക്തതയില്ലാത്ത വിധം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശശി തരൂരിന്റെ പേരെടുത്തൊന്നും പറയാതെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു. പാർട്ടിക്കും പരിധിയുണ്ട്, പാർട്ടിയിൽ എത്ര വലിയ ആളായാലും ശരി ആ പരിധികൾക്ക് അപ്പുറത്തേക്ക് ആ ലക്ഷ്മണരേഖ കടന്നു പോകുന്നത് ആരായാലും ശരി, എത്ര വലിയ ആളായാലും എത്ര കൊമ്പനായാലും പാർട്ടിക്ക് നടപടി എടുക്കേണ്ടി വരും. ആ നടപടി എടുക്കാൻ പാർട്ടിക്ക് ഭയവുമില്ല. അതുകൊണ്ടൊരു പരിധിയുണ്ട് എന്ന് പറഞ്ഞ ശശി തരൂർ കൃത്യമായ ഒരു വാണിംഗ് ആണ്. താങ്കൾ ചെയ്യുന്നതൊക്കെ ഒരു പരിധി വരെയൊക്കെ ശരി, പക്ഷെ
ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയി പാർട്ടിയുടെ താല്പര്യങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് മറ്റ് ഭരണ പാർട്ടിയുടെയും ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെയും താല്പര്യങ്ങൾക്കാണ് മുൻതൂക്കമെങ്കിൽ ആ ഇംഗിതങ്ങൾ നടപ്പാക്കുകയാണ് താങ്കളുടെ പ്രൈം ലക്ഷ്യമെങ്കിൽ അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയാൽ പാർട്ടിക്ക് സഹിക്കാനാവില്ല, പാർട്ടിക്ക് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് തന്നെയുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം പരോക്ഷമായി എന്നാൽ വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ളത്. അത് ശരിയല്ല എന്ന് ആർക്കും പറയാനും കഴിയില്ല. ഏത് പാർട്ടിക്കും അംഗീകരിക്കാവുന്നതിന്റെ ഒരു പരിധിയുണ്ട്. ഇപ്പൊ BJP-യുടെ ഏതെങ്കിലും ശശി തരൂരിന്റെ കാലിബറിലോ സ്ട്രക്ചറിലോ ഉള്ള ഒരു നേതാവ് ഈ രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായിട്ടും കോൺഗ്രസിന് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുന്ന രീതിയിൽ കോൺഗ്രസിന്റെ ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറായി. ഇപ്പൊ ഭരിക്കുന്നില്ലാത്തതുകൊണ്ടല്ലേ, ഭരണത്തിലുള്ള കോൺഗ്രസിന് വേണ്ടി ഇത്തരം വലിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നിരന്തരം ആ പാർട്ടിയുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ BJP-ക്കോ CPM-നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും പാർട്ടിക്ക് അത് അംഗീകരിക്കാൻ പറ്റൂ. കോൺഗ്രസ് കുറെ കൂടി ഉദാര സമീപനമുള്ള, കുറെ കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, കുറെ കൂടി ഒരു ലൂസ് സ്ട്രക്ചറുള്ള, ചില ഒരു വലിയ അളവോളം സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ വിയോജിക്കാനുള്ള അവകാശവും ഒക്കെ അനുവദിക്കുന്ന ഒരു പാർട്ടി, കുറച്ചുകൂടി ലൂസ് സ്ട്രക്ചർ ഉള്ള ഒരു പാർട്ടി ആയതുകൊണ്ടാണ് ശശി തരൂരിനെ പോലെ ഒരാൾക്ക് അതിൽ നിൽക്കാൻ കഴിയുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നതും. മാത്രമല്ല ഒരു പരിധി വരെ ശശി തരൂരിന് പാർട്ടിക്ക് ആവശ്യമുള്ള, ശശി തരൂരിന് കോൺഗ്രസിനെ ആവശ്യമുള്ളതിനൊപ്പമോ അതിൽ കൂടുതലോ കോൺഗ്രസിന് ശശി തരൂരിന് ആവശ്യമുണ്ട്. അപ്പൊ ഒരു ഉഭയ സമ്മതപ്രകാരം അല്ലെങ്കിൽ ഒരു പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂരിന് ഇത്തരത്തിലുള്ള ഒരു സൗമനസ്യം പാർട്ടിയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ പാർട്ടിക്ക് പോലും സഹിക്കാനാവാത്ത ഒരു പ്രതലത്തിലേക്ക്, ഒരു വിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം ഇന്നത്തെ KC വേണുഗോപാലിന്റെ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. കുറെ കൂടി താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഈ ശശി തരൂരിനെ എന്തിനിങ്ങനെ ചുമക്കണം എന്നൊരു തോന്നൽ തന്നെ പലരും ഉള്ളിൽ പേറുന്നുണ്ട്. പക്ഷെ ശശി തരൂരിനെ പോലെ ഒരാളെ അങ്ങനെ പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ അച്ചടക്കം നടപടി എടുത്ത് പുറത്താക്കുന്നത് പാർട്ടി ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അത് ഒരു പക്ഷെ വേറെ വ്യാഖ്യാനങ്ങൾക്ക് ഇടവരുത്തും. അങ്ങനെ പോയാൽ അത് വേറെ ചിലർ അദ്ദേഹത്തിന് രണ്ടു കൈ നീട്ടി സ്വീകരിക്കാൻ ഉണ്ടാകുമെന്നൊക്കെ പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും ശശി തരൂർ കുറച്ചുകൂടി പാർട്ടി താല്പര്യങ്ങൾ എന്താണെന്ന് ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം. അതാണ് അദ്ദേഹത്തിൽ നിന്ന് പാർട്ടി ആവശ്യപ്പെടുന്നത്. പാർട്ടിയുടെ ആഗ്രഹവും പാർട്ടിയുടെ ഒരു എന്താ പറയാ നിലപാടും അതാണ് എന്ന് ഇന്ന് AICC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇനിയും ലക്ഷ്മണരേഖകൾ കടന്ന് പ്രധാനമന്ത്രിയുടെ ദൗത്യങ്ങളെല്ലാം നിറവേറ്റുന്ന ഒരാളായി ശശി തരൂർ മുന്നോട്ട് പോയാൽ സഹനത്തിനും അതുപോലെ തന്നെ ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. ഇപ്പൊ തന്നെ നെല്ലിപ്പടിയിൽ എത്തി നിൽക്കുകയാണ്. ഇനിയും ഞങ്ങളെ എന്താ പറയാ പരീക്ഷിക്കരുത്, ഞങ്ങളെ വല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ആ രീതിയിൽ വീണ്ടും വീണ്ടും ഈ രീതിയിൽ പ്രവർത്തിക്കരുത്, ഇത് ശരിയല്ല, ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്ന പോലെയാണ് ഇപ്പോ ഇന്നത്തെ പ്രസ്താവന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ കടുത്ത ഒരു നടപടിയിലേക്ക് ശശി തരൂരിനെതിരെ കടക്കാൻ ഈ കോൺഗ്രസിനാകുമോ? കാരണം വെറും ഒരു കോൺഗ്രസ് നേതാവല്ലല്ലോ ശശി തരൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയോട്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ചോദിച്ച നമുക്കറിയാം ഈ ഒരു ശശി തരൂർ ഇത്തരത്തിൽ ഈ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പരോക്ഷമായാണെങ്കിലും ഈ ഒരു വിമർശിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ കളിയാക്കുന്ന രൂപേണയാണെങ്കിൽ പോലും RSS-ലേക്ക് BJP-യിലേക്ക് എപ്പോഴാണ് ഈ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ചോദ്യം ഈ സുരേഷ് ഗോപിയോട്, കേന്ദ്രമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതും ജനങ്ങളുടെ ഹിതമനുസരിച്ച് ശശി തരൂരിന് വേണ്ട രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞു. ആ ഒരു സുരേഷ് ഗോപിയുടെ ആ ഒരു പ്രതികരണത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ശശി തരൂർ BJP-യിലേക്ക് ചെല്ലാൻ തയ്യാറായി, അല്ല ഒരു പ്രൈസ്ഡ് ക്യാച്ച് ആയിട്ട് തന്നെ അവർ കരുതും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരുപക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ നിന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാള് ശശി തരൂരാണ്. അദ്ദേഹം കുറച്ചുകൂടെ മതനിരപേക്ഷവാദിയാണ്. എല്ലാ മതങ്ങളോടും ബഹുമാനമുള്ള, ഇന്ത്യയുടെ ബഹുസ്വരതയെക്കുറിച്ചും ഇന്ത്യയുടെ മതനിരപേക്ഷ സംസ്കാരത്തെക്കുറിച്ചും ഇൻക്ലൂസീവ് പൊളിറ്റിക്സിനെ കുറിച്ചും ഒക്കെ വളരെ മറ്റാരേക്കാൾ നന്നായി സംസാരിക്കാനും ആ ആശയധാരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ള ഒരാളാണ് ശശി തരൂർ. ജനാധിപത്യവാദിയാണ്, തികഞ്ഞ മതേതരവാദിയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു എന്താ പറയാ അദ്ദേഹം വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ ആ ഹിന്ദു വിശ്വാസ പ്രമാണങ്ങളും ആ ഹിന്ദു പ്രാർത്ഥനകളും അല്ലെങ്കിൽ ഹിന്ദു ദൈവ ഭക്തിയും ഒക്കെ ആ ഹിന്ദു വിശ്വാസങ്ങൾ അദ്ദേഹത്തെ ഗാഢമായി സ്വാധീനിച്ചിട്ടുണ്ട്. ആ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം മറ്റാരെങ്കിലും പാർട്ടിയിലേക്ക് എടുക്കുന്നതിനേക്കാൾ 2-3 രീതിയിലാണ്. ഒന്ന്, BJP പ്രതിനിധാനം ചെയ്യുന്ന, മുന്നോട്ട് വെക്കുന്ന ആ ഹിന്ദുത്വവാദത്തെ കുറച്ചുകൂടി സ്വാംശീകരിക്കാനും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ശശി തരൂരിൻ്റെത് എന്ന് BJP മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ BJP മനസ്സിലാക്കുന്ന കോൺഗ്രസിൽ ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഒരു ഒറേറ്റർ, അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രതിച്ഛായയുള്ള വ്യക്തി, ആ നിലയ്ക്കെല്ലാം
ഒരുപക്ഷെ വലിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിദേശ കാര്യങ്ങളിൽ ഇപ്പൊ പ്രധാനമന്ത്രി മോദിയാണെങ്കിൽ വിദേശ സന്ദർശനങ്ങൾ നിരന്തരം നടത്തുന്ന ആളാണ്, വിദേശ നേതാക്കളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. ആ കാര്യങ്ങളെല്ലാം മോദിയുടെ വലങ്കയായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ പരാധീനതകളോ പരിമിതികളോ ഉണ്ടെങ്കിൽ അതെല്ലാം പാച്ചപ്പ് ചെയ്ത് കുറെ കൂടി കുറെ കൂടി ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള പല വിദേശ മിഷനുകളും വിദേശ ദൗത്യങ്ങളും നിർവഹിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ്. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ആ കാര്യം ഏറ്റവും നന്നായി നിറവേറ്റാൻ കഴിവുള്ള ഒരാളാണ് ശശി തരൂർ. അദ്ദേഹത്തിന്റെ വിപുലമായ അന്താരാഷ്ട്ര ബന്ധങ്ങള്, വളരെ സുദീർഘമായ വിദേശ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അനുഭവ സമ്പത്ത്, സെക്രട്ടറി ജനറലായി മത്സരിച്ച ആ ഒരു പാരമ്പര്യം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ ഭാഷാ സ്വാധീനം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിപുലമായ വായന, എഴുത്ത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പൂക്കൾ വിതറി സ്വീകരിക്കാൻ പോകുന്ന ഒരാൾ ശശി തരൂരായിരിക്കും എന്ന് ഊഹിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ശശി തരൂരിന് BJPയിലേക്ക് പോകുന്നതിനുള്ള ഒരു കൺസ്ട്രെയിൻസ്, അദ്ദേഹം ഈ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയ സമയത്ത് അന്ന് അദ്ദേഹത്തിന് വലിയൊരു ലാവണം ഒരുക്കിയത് കോൺഗ്രസ് ആണ്. മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ഒക്കെ എത്ര ഉദാരമായിട്ടാണ് അദ്ദേഹത്തോട് പെരുമാറിയത്. മാത്രമല്ല അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിന് മത്സരിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു സീറ്റ് തന്നെ തിരുവനന്തപുരം പോലുള്ള ഒരു എലൈറ്റ് മണ്ഡലം, അത്രയേറെ വിദ്യാഭ്യാസ സമ്പന്നരുള്ള, അത്രയേറെ വളരെ നല്ല തരൂരിനെ പോലെ ഒരാളുടെ കാലിബറിന് അങ്ങനെ അത് അംഗീകരിക്കപ്പെടുന്ന ഒരു മണ്ഡലം കൊടുത്ത് അദ്ദേഹമാക്കിയ രാഷ്ട്രീയത്തിൽ ശശി തരൂരിനെ ഇന്ന് കാണുന്ന ശശി തരൂരാക്കി മാറ്റിയത് കോൺഗ്രസ് ആണ്. അപ്പോൾ ഒരു കടപ്പാട് അദ്ദേഹത്തിനുള്ളിലുണ്ട്. മാത്രമല്ല കോൺഗ്രസിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശക്തമായ മതനിരപേക്ഷ നിലപാടുകളും ഏറ്റവും അടിത്തട്ടിൽ അസ്ഥിക്ക് പിടിച്ച അല്ലെങ്കിൽ ഏറ്റവും മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കാൾ കോൺഗ്രസിൽ അന്തർലീനമായിട്ടുള്ള ഒരു ജനാധിപത്യ ബോധവും ആ ജനാധിപത്യ വിശ്വാസവും ഒക്കെ ശശി തരൂരിനെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. സർവോപരി ഇപ്പൊ കോൺഗ്രസിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ ഈ BJPയിലോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലോ നിന്നുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് പറ്റില്ല. ആ ലക്ഷ്മണരേഖകൾ എത്രയോ മുമ്പേ തന്നെ അവരൊക്കെ ലക്ഷ്മണരേഖ വരച്ച് ശശി തരൂരിനെ നിലയ്ക്ക് നിർത്തിമായിരുന്നു. അദ്ദേഹം ഇപ്പൊ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരു പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പൊ ഇതെല്ലാം ശശി തരൂരിന്റെ ഉള്ളിലും ഉണ്ട്. ഇത് കോൺഗ്രസിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ സംവിധാനം വിട്ട് മറ്റേതെങ്കിലും കുറെ കൂടി റിജിഡ് ആയിട്ടുള്ള ഇത്രയൊന്നും സ്വാതന്ത്ര്യം അനുവദിക്കാത്ത പാർട്ടിയുടെ അതിശക്തമായ ചട്ടക്കൂടുകളുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയാൽ തനിക്ക് ഇന്ന് കിട്ടുന്ന ആ ഒരു സ്വാതന്ത്ര്യം, കുറെ കൂടി ലിബറൽ ആയിട്ടുള്ള ആ ഒരു നിലപാടുകൾ പറയാനുള്ള ആ ഒരു അവകാശം ഒരുപക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല. കുറെ കൂടി തന്റെ പ്ലാറ്റ്ഫോം കുറെ കൂടി ചുരുങ്ങിപ്പോകും എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അതിബുദ്ധിമാനാണ്. ഓരോന്നിനെയും അതിൻ്റെതായ മെറിറ്റിലും ഡിമെറിറ്റിലും അതിന്റെ എല്ലാ തലത്തിലും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കുന്നത് വെറുതെ നിൽക്കുന്നതല്ല, കോൺഗ്രസിനേക്കാൾ നല്ലൊരു പ്ലാറ്റ്ഫോം തനിക്ക് ഇല്ല എന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം കോൺഗ്രസിനകത്ത് നിൽക്കുന്നത്. ഞാൻ കോൺഗ്രസ് വിട്ടു പോകില്ല എന്ന് പറയുന്നത് പോലും കോൺഗ്രസിനോടുള്ള ആ ഒരു പ്രണയം മാത്രമല്ല, കോൺഗ്രസിൽ നിൽക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന ആ ഒരു സൗഭാഗ്യത്തെക്കുറിച്ചും കോൺഗ്രസിനോടുള്ള ആ പഴയ കടപ്പാടും ഒക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. കോൺഗ്രസിന് തിരിച്ചും അദ്ദേഹത്തെ പോലെ ഒരാളെ ആ പാർട്ടിക്കകത്ത് നിൽക്കുന്ന അധികം പേരൊന്നും ആ സ്റ്റേച്ചറിലുള്ള ഒരു കോൺഗ്രസിനകത്ത് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ശശി തരൂര് അവർക്കും ഒരു പ്രൈസ്ഡ് ക്യാച്ച് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പരസ്പരം ശശി തരൂരിന് ആയതുകൊണ്ട് കുറെ കൂടി അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ആവാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളൊരു മെന്റൽ മേക്കപ്പ് ഉള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു മാനസിക തലം അതാണ്. അതുകൊണ്ട് കൂച്ചുവലങ്ങിടാൻ ശ്രമിക്കാൻ പറ്റുന്ന, അങ്ങനെ കൂച്ചുവലങ്ങിട്ട് നിർത്തേണ്ട ഒരാളല്ല ശശി തരൂർ എന്ന തിരിച്ചറിവ് പാർട്ടിക്കുമുണ്ട്. അപ്പൊ ഇത് രണ്ടു കൂട്ടരും മനസ്സിലാക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷെ എങ്കിലും ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞത് there is a limit for everything. ഒരു പാർട്ടിയല്ലേ ഞങ്ങളും, നമുക്ക് വലിയ പരിധി. ഇതിങ്ങനെ ചാടി വളയമില്ലാതെ ചാടിയാൽ ഇതെവിടം വരെ അങ്ങനെ ചാടാൻ അനുവദിക്കാൻ കഴിയും എന്ന് ഉള്ള ആ ചോദ്യത്തിന് ഒരു പാർട്ടിയുടെ അതിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതിനകത്തൊരു ന്യായം ഉണ്ടെന്ന് തന്നെ കരുതേണ്ടി വരും. ഈ കാര്യം ശശി തരൂരും കുറച്ചുകൂടി മനസ്സിലാക്കണം. മറ്റൊരു പാർട്ടിക്കാരനാണ് എന്നുള്ളത് BJPയും ഇങ്ങനെ പ്രധാനമന്ത്രി ശശി തരൂരിന്റെ ഈ ദൗർബല്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ നിരന്തരമായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിച്ച് അദ്ദേഹത്തെ പാർട്ടിക്ക് അനഭിഗതനാക്കി പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തെ വെടക്കാക്കി തനിക്കാക്കാനുള്ള ഒരു ശ്രമമാണോ നരേന്ദ്രമോദിയുടെ വളരെ മികച്ച ഒരു രാഷ്ട്രീയ തന്ത്രമാണോ? ഇതൊന്നും സംശയിക്കാനല്ല ന്യായമുണ്ട്.
അപ്പൊ ഒരു സങ്കീർണമായ പ്രശ്നമാണ്. എങ്ങനെ പാർട്ടിയുടെ പരിധിയിലേക്ക് നിർത്താൻ കഴിയുമെന്നുള്ളത് കോൺഗ്രസും, പാർട്ടിയുടെ പരിധിക്ക് പുറത്തേക്ക് വരുത്തി കോൺഗ്രസിന് ഒരിക്കലും അദ്ദേഹത്തെ പുറത്താക്കാതെ നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ BJPയും ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആര് ജയിക്കും, ആര് തോൽക്കും, അല്ലെങ്കിൽ ആരുടെ തന്ത്രങ്ങളാണ് വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും കുറച്ചുകൂടി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.